ഹോർമോസ് കടലിടുക്ക് തുറക്കുക അല്ലെങ്കിൽ ഒരു സമാധാന കരാറിന് വഴങ്ങുക. അതും ചെയ്തില്ലെങ്കിൽ ഇറാനെ കാത്തിരിക്കുന്നത് സർവനാശമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ ഇപ്പോൾ ഗൾഫ് മേഖലയെയും ലോകത്തെയും ഒരുപോലെ തന്നെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. ടെഹ്റാനെ ലക്ഷ്യമിട്ട് ട്രംപ് വീണ്ടും കലിതുള്ളിയപ്പോൾ ഒരു വലിയ യുദ്ധത്തിന്റെ കറുത്ത മേഘങ്ങൾ ഗൾഫ് ആകാശത്ത് കനക്കുന്നുവോ എന്ന് ഭയക്കുകയാണ് ഓരോ മനുഷ്യനും. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ഇറാൻ ആക്രമണം രൂക്ഷമാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഈ തീവ്രമായ മുന്നറിയിപ്പ്. ഊർജ പ്ലാന്റുകൾ, എണ്ണക്കിണറുകൾ, തന്ത്രപ്രധാനമായ ഖാർഗ് ദ്വീപ് ജലശുദ്ധീകരണ കേന്ദ്രങ്ങൾ തുടങ്ങി ഇറാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. വെറുമൊരു വാക്കുമൂലം മാത്രമല്ല ഈ ഭീഷണി. US-ന്റെ 3500-ലധികം മറീൻ സൈനികരും ഒരു യുദ്ധക്കപ്പലും മേഖലയിൽ എത്തിക്കഴിഞ്ഞു. കൂടാതെ ലക്ഷ്യസ്ഥാനങ്ങളിൽ മിന്നൽ വേഗത്തിലിറങ്ങി ശത്രുവിനെ കീഴടക്കാൻ പരിശീലനം ലഭിച്ച 1000-ലേറെ പാരാട്രൂപ്പുകളും അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് അംഗങ്ങളും നിലയുറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ ട്രംപിന്റെ നിലപാടിലുണ്ടായ ഈ ട്വിസ്റ്റ് ആരെയും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഏപ്രിൽ 6 വരെ ഇറാന്റെ ഊർജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ലെന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ പെട്ടെന്ന് മലക്കം മറിഞ്ഞത് ഒരു കരയാക്രമണത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്ന ആശങ്ക ബലപ്പെടുത്തുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന്റെ പുതിയ ഭരണകൂടവുമായി US നടത്തുന്ന ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് ഒരു വശത്ത് ട്രംപ് അവകാശപ്പെടുമ്പോഴും മറുവശത്ത് തീവ്രമായ ഭീഷണികൾ മുഴക്കുന്നത് എന്താണെന്ന് വ്യക്തമാക്കുന്നതെന്നറിയാതെ അന്താരാഷ്ട്ര സമൂഹം നെഞ്ചിടിപ്പോടെ ഉറ്റുനോക്കുകയാണ്. ഈ യുദ്ധകളത്തിലെ വെടിമരുന്ന് മണങ്ങൾക്കിടയിൽ ഒരു ദാരുണമായ വാർത്ത കൂടി ആരെയും കണ്ണീരിലാഴ്ത്തും. കുവൈറ്റിലെ ജലശുദ്ധീകരണ പ്ലാന്റിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ തമിഴ്നാട് രാമനാഥപുരം ജില്ലയിലെ കൊളത്തൂർ സ്വദേശി സന്താനശെൽവം എന്ന ഇന്ത്യൻ പൗരന് ജീവൻ നഷ്ടപ്പെട്ടു. സ്വകാര്യ കമ്പനിയിലെ കരാർ ജീവനക്കാരനായിരുന്ന സന്താനശെൽവം ആക്രമണം നടന്ന പുലർച്ചെ ഡ്യൂട്ടിയിലായിരുന്നു. കെട്ടിടങ്ങൾക്കും മറ്റും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ജലവൈദ്യുത മന്ത്രാലയം അറിയിച്ചപ്പോൾ മരിച്ച ഇന്ത്യൻ പൗരന്റെ കുടുംബത്തോടുള്ള അനുശോചനം എംബസി ഔദ്യോഗിക പ്രസ്താവനയിലൂടെ രേഖപ്പെടുത്തി. ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്നും എംബസി അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഗൾഫ് മേഖലയെ എങ്ങോട്ടാണ് ഈ യുദ്ധം നയിക്കാൻ പോകുന്നത്? ലോകം ഒരു വലിയ യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണോ? അതേസമയം പശ്ചിമേഷ്യയിൽ ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്ക തങ്ങളുടെ സൈനിക സാന്നിധ്യം വൻതോതിൽ വർദ്ധിപ്പിക്കുകയാണ്. ഇത് കരയുദ്ധത്തിനുള്ള നീക്കമെന്നാണ് വിലയിരുത്തൽ. 2003-ലെ ഇറാഖ് അധിനിവേശത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക വിന്യാസമാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ നടക്കുന്നത്. നിലവിൽ 57,000-ലധികം US സൈനികർ ഇറാൻ അതിർത്തിക്ക് സമീപം വിവിധ താവളങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 35,000-ലധികം സൈനികരും നാവികരുമായി USS ട്രിപ്പോളി എന്ന അത്യാധുനിക ആംബിഫിയസ് റെഡി ഗ്രൂപ്പ് മേഖലയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിനു പുറമെ 82-ാം എയർബോൺ ഡിവിഷനിൽ നിന്നുള്ള ആയിരക്കണക്കിന് പാരാട്രൂപ്പർമാരോടും മേഖലയിലേക്ക് നീങ്ങാൻ ഉത്തരവിട്ടിട്ടുണ്ട്.